CPM-ന് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ CPM നേതാവും MP-യും ഒക്കെയായ സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് എന്ന സൂചന ശക്തമാകുന്നു. സുരേഷ് കുറുപ്പ് ഒരു കാലത്ത് CPM-ന്റെ കനലായിരുന്നു. കനൽ ഒരു തരിമതി എന്നാണ് CPM-ന്റെ ആദർശം, അവരുടെ ആശയം. കനൽ ഒരു തരി മതി എന്ന ആശയം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു സുരേഷ് കുറുപ്പ്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ സഹതാപ തരംഗം ആഞ്ഞടിച്ചപ്പോഴും സുരേഷ് കുറുപ്പ് വിജയിച്ചു കയറി. പക്ഷേ സുരേഷ് കുറുപ്പ് ഇപ്പോൾ പാർട്ടിയുമായി അകലത്തിലാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷം താൻ രാഷ്ട്രീയ വനവാസത്തിലാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിരുന്നു. പിന്നീട് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം ഇരിട്ടിയിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ, കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു. സുരേഷ് കുറുപ്പ് തിരുവനന്തപുരത്ത് നടന്ന SFIയുടെ സംസ്ഥാന സമ്മേളനത്തിലും പങ്കെടുത്തില്ല. പൊതുവെ അദ്ദേഹം CPM-ന്റെ വേദിയിൽ നിന്ന് അപ്രത്യക്ഷനായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത സജീവമായി നിൽക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ അത് പറയാതെ പറയുന്നുണ്ട്. സുരേഷ് കുറുപ്പിനെ റാഞ്ചിക്കഴിഞ്ഞാൽ കോട്ടയത്ത് ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്താനാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു. സുരേഷ് കുറുപ്പിനായി ഏറ്റുമാനൂർ സീറ്റും അവർ ഒഴിച്ച് ഇട്ടിട്ടുണ്ട് എന്നതാണ് വലിയൊരു പ്രത്യേകത. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പ് മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതുന്നു. അത് ഏകദേശം ശരിയുമാണ്. രാഷ്ട്രീയത്തിൽ സാത്വികമായ ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എപ്പോഴും സാത്വികതയുടെ വഴികളിലേക്ക് പോകുന്ന ജീവിതമാണ്. വായന, എഴുത്ത് ഒക്കെ അദ്ദേഹത്തിന് പഥ്യം. രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദങ്ങളും അദ്ദേഹത്തിനുണ്ട്. TP ചന്ദ്രശേഖരനുമായി അദ്ദേഹം വലിയ ഒരു സൗഹൃദം തന്നെ കാത്ത് സൂക്ഷിച്ചിരുന്നു. TPയുടെ മകൻ്റെ വിവാഹത്തിന് പാർട്ടി അംഗങ്ങൾ, CPM നേതാക്കൾ എത്താത്തപ്പോൾ അദ്ദേഹം എത്തിയത് വലിയൊരു വാർത്തയായി മാറി. BJP നേതാവ് MS കുമാറും സുരേഷ് കുറുപ്പും തമ്മിലുള്ള സൗഹൃദം വളരെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന സുരേഷ് കുറുപ്പ് CPM-ൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് CPM-ന് കോട്ടയം ജില്ലയിൽ വലിയൊരു ദോഷം ചെയ്യും എന്നുള്ള നിഗമനം രാഷ്ട്രീയ വിദഗ്ധർ, രാഷ്ട്രീയ ഗവേഷകർ പറയുന്നുണ്ട്. കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ഒരു പാർട്ടിയിലുമില്ലെങ്കിലും ഒരൊറ്റയാൻ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അല്ലാതെ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ ഒക്കെ അദ്ദേഹം അതിമനോഹരമായി കൈകാര്യം ചെയ്യാറുണ്ട്. എഴുത്തുകാരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് പ്രശസ്ത എഴുത്തുകാരൻ പഴവള രമേശിൻ്റെ വീട്ടിൽ വെച്ചാണ്. വളരെ സാത്വികമായി അദ്ദേഹം എന്നോട് സൗഹൃദം കാണിക്കുകയും ആ സൗഹൃദത്തിൽ ഞാൻ അലിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും CPM അദ്ദേഹം വിടുന്നു എന്ന വാർത്ത ശക്തമായി നിലനിൽക്കുന്നു. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്തയും ശക്തമായി നിലനിൽക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയുടെ അനുഭാവികളൊക്കെ ദൂരെ നിന്നെങ്കിലും അത് കാണാൻ എത്താറുണ്ട്. അതാണ് CPM-ന്റെ ചെങ്കൊടി ഉയർത്തുന്ന തത്വശാസ്ത്രം. അതാണ് CPM-ന്റെ ചെങ്കൊടിയുടെ തത്വശാസ്ത്രം. പക്ഷേ സുരേഷ് കുറുപ്പ് സംസ്ഥാന സമ്മേളനത്തിൽ എത്തിയില്ല. ആ സമയം അദ്ദേഹം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പൂജ നടത്തുകയായിരുന്നു. സുരേഷ് കുറുപ്പ് CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയുടെ റിട്ടേൺ ഡയറക്റ്റഡ് ബൈ എന്ന് പറയുന്നത് പോലെ പൊളിറ്റിക്സ് കേരളയ്ക്ക് വീഡിയോ എടുക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് മുമ്പിൽ മുഖം കാണിക്കാതെ ശബ്ദം നൽകിയത്. അങ്ങനെ മുഖം കാണിക്കാതെ ശബ്ദം നൽകിയതിനെ ഭീരുത്വമായി ചിലർ പറയുന്നു. ഭീരുത്വം കൊണ്ടല്ല, ഇവിടെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് റിട്ടേൺ ആൻഡ് ഡയറക്റ്റ് ബൈ എന്ന് പറയുന്നത് പോലെ
ഷൂട്ട് ആൻഡ് എഡിറ്റ് ബൈ KN ഷാജികുമാർ എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും എക്സ്ക്ലൂസീവ് വാർത്തയുമായി ഞാൻ ഉണ്ടാകും. സദയം സ്വീകരിക്കും.